ചോറ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മക്കളെ പഠിപ്പിക്കാൻ വീട്ടുമുറ്റത്ത് നെൽകൃഷി ഒരുക്കിയ ഒരു വീട്ടമ്മയെ നമുക്ക് പരിചയപ്പെട്ടാലോ? മാള കുഴൂർ സ്വദേശി പോൺസിയാണ് മക്കൾക്ക് മണ്ണിലെ അറിവുകൾ പകർന്നു നൽകിയത്. ആദ്യം ഇതൊക്കെ ഈ കൊത്തി കളിച്ച് പിന്നെ തിണ്ടുണ്ടാക്കി പിന്നെ ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് വാഴപ്പിണ്ടി കൊണ്ട് ഒഴിച്ചെടുത്ത് പിന്നെ ഈ ഞാറെല്ലാവരും അരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കുട്ടികളായ ജോനാഥനും ഇസബലയും എസക്കിയേലും കാണിച്ചു തരും. ജോനാഥൻ 5-ലും ഇസബല 2-ലും, എസക്കിയേൽ UKGയിലുമാണ് പഠിക്കുന്നത്. നെൽകൃഷിയുടെ തിയറിയല്ല, പ്രാക്ടിക്കലാണ് ഈ കുട്ടികൾക്ക് പരിചയം. നെൽകൃഷി മക്കളെ അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നതിനായി അമ്മ പോൺസി വീട്ടുമുറ്റത്ത് ഒരു പാടം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. 1 സെന്റ് സ്ഥലത്ത് പാടമൊരുക്കി അതിൽ നടീൽ കഴിഞ്ഞു. ഫോട്ടോഗ്രാഫറായ ജോൺസണും ഭാര്യ പോൺസിയും മക്കളെ നടക്കാൻ പ്രായമായപ്പോൾ മുതൽ മണ്ണിലിറങ്ങി കളിക്കാൻ വിട്ടതാണ്. ഒരു ദിവസം ഇസബല്ല അമ്മയോട് ചോദിച്ചു, ഈ ചോറുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ ചോദ്യമാണ് ഇതിലേക്ക് നയിച്ചത്. നമ്മളുടെ മക്കളെ നെല്ല് എന്താണെന്നും നെൽകൃഷി എങ്ങനെ ചെയ്ത് അരി ഉണ്ടാവണേ ചോറുണ്ടാവണേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തുടങ്ങി അവർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. നെൽകൃഷിയുമായി ബന്ധമില്ലാതിരുന്ന പോൺസി ആദ്യം കൃഷിരീതിയാണ് പഠിച്ചത്. വീടിന് മുന്നിൽ പാടമൊരുക്കി കൃഷി ചെയ്തപ്പോൾ കുട്ടികൾക്ക് കേട്ടറിഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കി കാണിച്ചു നൽകാൻ കഴിഞ്ഞു. വരമ്പ് വയ്ക്കൽ, നിലമൊരുക്കൽ, നടീൽ മുതൽ കൊയ്ത്ത് കഴിഞ്ഞ് അരിയാക്കി ചോറുണ്ടാക്കുന്നത് വരെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അവർ സ്പർശിച്ച് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ നെൽകൃഷി തുടങ്ങിയേക്കണത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തു, ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്തേക്കുന്നത്. എല്ലാം വളരെ ആവേശത്തോടെയാണ് മക്കളും ചെയ്തതെന്ന് അമ്മ പറയുന്നു. ആദ്യ കൃഷിയിൽ നിന്ന് തന്നെ ഒരു പറ നെല്ലാണ് ലഭിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി സ്ഥലം കണ്ടെത്തി കൃഷി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നെൽകൃഷി മാത്രമല്ല, പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ വേണ്ട എല്ലാ പാഠങ്ങളും ഈ അമ്മ കുട്ടികൾക്ക് പകർന്നു നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോയ് ഉണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ലിഷോയ്. അടിപൊളി അമ്മ, ഇങ്ങനെ വേണോ അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, എല്ലാ കാര്യങ്ങളും കേട്ടറിവ് മാത്രമല്ലല്ലോ, കണ്ട് അനുഭവിച്ചറിയണമല്ലോ. അതാണ് ഈ അമ്മ കാണിച്ചു കൊടുക്കുന്നത്. വീടാണ് ഏറ്റവും ആദ്യത്തെ കുട്ടികളുടെ സ്കൂളെന്ന് പറയുന്നത്. അതിനുശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ അമ്മ എന്താണ് ചെയ്യുന്നത്? ഈ മക്കളൊക്കെ ഏതൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കുന്നു? ഇത് കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ ഈ അമ്മ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? തീർച്ചയായും. അതായത് പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പിടാതെ പുറത്തേക്ക് ഇറങ്ങരുത്, അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവരെ വിലക്കുന്ന വീട്ടമ്മമാരും അതിനോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ പോൺസി ചെയ്തത് തൻ്റെ മക്കളെ നടക്കാൻ പ്രായമായപ്പോൾ അവർ മണ്ണിലേക്ക് ഇറക്കി വിട്ടു. മണ്ണുമായി പരിചയപ്പെടുന്നതിനും അതിലെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രചോദനം നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയാണ് ഈ ചോറുണ്ടാകുന്നതെന്ന് ഇസബല്ല ചോദിക്കുന്നത്. അപ്പോൾ ആണ് ഈ അമ്മയുടെ മനസ്സിൽ ഒരു ആശയം തോന്നുന്നത്. കാരണം ഇതിങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിൽ പതിയുമെന്നറിയില്ല. അതിൻ്റെ ഒരു ഓരോ അരിമണിയുടെയും വിലയറിയണമെങ്കിൽ അതിലെങ്ങനെയാണ് അത് ഉൽപ്പാദിപ്പിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകുമെന്നുള്ളൊരു ആശയമാണ് പോൺസിക്കുണ്ടായത്. അങ്ങനെയാണ് വീടിന് മുന്നിൽ ഇങ്ങനെ ഒരു നിലമൊരുക്കുകയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നെൽകൃഷി നടത്തുകയും എല്ലാം തന്നെ ചെയ്തത്. അങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞു. ആദ്യത്തെ കൊയ്ത്തിൽ ഒരു പറ നെല്ല് കിട്ടി. ആ നെല്ല് എങ്ങനെയാണ് വേർതിരിക്കുന്നത്, അതായത് കറ്റ മെതിക്കുന്നത് എങ്ങനെയാണ്, കറ്റ മെതിച്ചതിന് ശേഷം ആ നെല്ല് വേർതിരിച്ചിട്ട് അത് പുഴുങ്ങി ഉണക്കി അത് നെല്ല് കുത്തി തവിടായി വേർതിരിച്ച് അരിയാക്കുന്നത് എങ്ങനെയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ അതിൻ്റെ പാഠങ്ങളെല്ലാം നേരിട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെല്ലാ കാര്യങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് നൽകുന്നുണ്ട്. ഈ കൃഷിയുമായി അത്ര അടുത്ത് നിൽക്കുന്ന ആളൊന്നുമല്ല പോൺസി എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം പോൺസിയും പഠിച്ചു. ശരി.